ഇന്ന് ഓപ്പൺ കിച്ചണിൽ ഞാനൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലുള്ള ചെറിയ ചെറിയ ദോശയുടെ റെസിപ്പിയാണിത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ റൈസ് അല്ലെങ്കിൽ പച്ചരി 1 കപ്പ്, നമ്മുടെ സാദാ ചോറ് വെക്കണ ബോയിൽഡ് റൈസ് 1 കപ്പ്. ബോയിൽഡ് റൈസിന് പകരം നമുക്ക് കപ്സൊക്കെ വെക്കണ സെല്ല ബസ്മതി ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സെല്ല ബസ്മതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ, 5 ടേബിൾ സ്പൂൺ നമ്മുടെ വേവിച്ചെടുത്ത സാദാ ചോറ്. കപ്പ് കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1/3 കപ്പ് ചോറൊഴിച്ച് ബാക്കിയെല്ലാം കൂടെ ഒരു 6 മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. 2 വിധം അരിയും പിന്നെ ഉഴുന്നും ഉലുവയും കൂടെ ഒരു 6 മണിക്കൂർ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇതിപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. പുഴുങ്ങലരി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പുഴുങ്ങലരി തിരഞ്ഞെടുക്കുക. ഈ സെല്ല ബസ്മതി ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് മിക്സിയിൽ അരഞ്ഞ് കിട്ടാൻ. കൂടുതൽ നല്ല വേവുള്ള അരിയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മിക്സിയിൽ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഉഴുന്നും ഉലുവയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഉഴുന്നും ഉലുവയും ചോറും കൂടെ നന്നായിട്ട് അരച്ചെടുത്തു. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഞാനിവിടെ അരിയും അരച്ചെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുക്കാം. സാധാ ദോശമാവിൻ്റെ അത്രക്ക് ഇങ്ങോട്ട് ലൂസാവണ്ട, എന്നാൽ ഇഡ്ഡലി മാവിൻ്റെ അത്രക്ക് കട്ടിയും ആവണ്ട. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഈ മാവ് പൊങ്ങാനായിട്ട് ഒരു 8 മണിക്കൂർ നമുക്ക് ഇത് മൂടി വെക്കാം. ദോശയുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഉപ്പ് ചേർത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാനൊരു ദോശച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ തേച്ച് കൊടുക്കാം. ഇതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള കുട്ടി കുട്ടി ദോശകൾ നമുക്ക് ചുട്ടെടുക്കാം. ഇതിൻ്റെ അരികെല്ലാം ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ദോശ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ദോശയാണിത്. പീനട്ട് ചട്നിയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഈ ചട്നിയുടെ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.